എല്ലാവർക്കും സ്വാഗതം. ഈ റിവ്യൂ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ആകെ വിഷമത്തിലാണ് ജലജ അവന്തികയോട് പറയുന്നുണ്ട്, ഇവൻ പൊട്ടനാണോ, അതുകൊണ്ടല്ലേ ആ MD സ്ഥാനം വിട്ടുകൊടുത്തത് എന്നൊക്കെ പറയുന്നുണ്ട്. എന്ത് ചെയ്യാം, പ്രതികരിക്കാൻ മേലാതെ ആകെ വിഷമത്തിൽ നിൽക്കുവാണ് അവന്തിക. അന്നേരം മുത്തശ്ശൻ ജാനകിയോട് ചോദിക്കുന്നുണ്ട്, നിനക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോടി അനിയുടെ MD സ്ഥാനം പോയതിൽ, നിനക്ക് എന്തെങ്കിലും പറയാനുണ്ടോ എന്ന്. അന്നേരം അത് ഞാൻ എന്ന് തന്നെ പറയാൻ തുടങ്ങുമ്പോൾ, എന്തെങ്കിലും പറയാനുണ്ടെങ്കിലും മനസ്സിൽ വെച്ചാൽ മതി, കൂടുതൽ പറയണ്ട എന്ന് പറയുന്നു. അന്നേരം ജാനകി, അതിന് ഞാനൊന്നും പറഞ്ഞില്ലല്ലോ അച്ഛ എന്നിങ്ങനെ പരിഭവത്തോടെ പറയുക. അന്നേരം മുത്തശ്ശൻ പറയുന്നുണ്ട്, പറയാൻ എന്തൊക്കെയോ മനസ്സിലുണ്ട് എന്ന് എനിക്കറിയാം, അത് പറയണ്ട എന്നാണ് ഞാൻ പറഞ്ഞത്. എന്താണ് ചെയ്യുന്നതെന്നും എന്തൊക്കെ തീരുമാനങ്ങൾ എടുക്കണമെന്നും എനിക്ക് നന്നായിട്ടറിയാം. ഞാൻ എടുക്കുന്ന തീരുമാനങ്ങൾ അനുസരിച്ച് അങ്ങ് മുന്നോട്ട് പോയാൽ മതി എന്ന് പറയുവാണ്. എന്നിട്ട് മുത്തശ്ശൻ വലിയൊരു കേക്കൊക്കെ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ കേക്ക് കൊണ്ടുവയ്ക്കാൻ പറയുന്നു. അനിയും വേറൊരാളോട് കൂടി ആ കേക്കൊക്കെ അവിടെ കൊണ്ടുവച്ച് സെറ്റ് ചെയ്ത് കഴിയുമ്പം മുത്തശ്ശി പറയുന്നുണ്ട്, ആദർശ് രണ്ടുപേരും കൂടെ വന്ന് ഈ കേക്ക് അങ്ങ് മുറിക്കുകയെന്ന്. അന്നേരം നയന പറയും, ഈശ്വര ഇത് വലിയൊരു സർപ്രൈസായി പോയല്ലോ, ഇതുപോലെ ഒരു സ്വീകരണം ഞങ്ങൾ പ്രതീക്ഷിച്ചില്ല എന്ന്. അന്നേരം മുത്തശ്ശൻ പറയുന്നുണ്ട്, നെഞ്ച് കീറുന്ന വേദന സഹിച്ചാണ് എൻ്റെ കൊച്ചുമോൻ ഇവിടുന്ന് ഇറങ്ങിപ്പോയത്. അതിന് പിന്നാലെ മോളും ഇവിടുന്ന് ഇറങ്ങിപ്പോയി. അത്രയും വിഷമിച്ച് നിങ്ങൾ ഇറങ്ങിപ്പോയിട്ട് തിരിച്ചു കയറി വരുമ്പോൾ അതിൻ്റെ ഇരട്ടി സന്തോഷം തരണ്ടേ, അതിനു വേണ്ടിയാണ് ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് എന്ന് പറയുന്നു. എന്നിട്ട് അവർ കേക്കൊക്കെ മുറിച്ച് പരസ്പരം കൊടുക്കുവാണ്. അന്നേരം ഇത് കാണുന്ന അബിക്കും അതുപോലെ ബാക്കിയുള്ളവർക്കൊന്നും അങ്ങ് സഹിക്കുന്നില്ല കേട്ടോ. അബി, ജലജ, അവന്തിക, ജാനകി ഇവർക്ക് 4 പേർക്കുമാണ് തീരെ അങ്ങ് ഇഷ്ടമല്ലാത്തത്. അവരിങ്ങനെ വിഷമിച്ച് നോക്കി നിൽക്കുന്നു. ഏതായാലും കേക്ക് മുറിച്ച് എല്ലാവരും കൊടുത്തതിന് ശേഷം, മോളെ നീ ഇങ്ങ് വന്നേ എന്ന് പറഞ്ഞിട്ട് വിളിച്ചിട്ട് ദേവയാനി അങ്ങ് പോകുമ്പം മുത്തശ്ശി പറയുവാണ്, ദേവയാനിക്ക് ഇപ്പോഴാണ് മുഖം ഒന്ന് തെളിഞ്ഞത്, ഇത്തിരി സമാധാനമായത് എന്നിങ്ങനെ പറയുക. അന്നേരം ജയം പറയുന്നുണ്ട്, ദേവയാനിക്ക് മാത്രമല്ല ഈ വീട്ടിലുള്ള എല്ലാവർക്കും സന്തോഷമായത് ഇപ്പോഴാണ് എല്ലാവർക്കും ഒരു പുതുജീവൻ വീണത് എന്ന്. അന്നേരം അവിടെ നിന്ന് അജയം പറയുന്നുണ്ട്, എല്ലാവർക്കും അങ്ങനെയൊന്നുമല്ല, ചത്ത് നിൽക്കുന്ന ചിലരും ഇവിടെ ഉണ്ട് എന്ന് പറയുമ്പം ചിരിച്ചുകൊണ്ട് അനു പറയുന്നുണ്ട്, അത് നേരാണ് കേട്ടോ എന്ന്. അദ്ദേഹം കനക ഓടി വന്ന് നയനെ കെട്ടിപ്പിടിച്ച് റൂമിൽ കൊടുക്കുന്നു. കനകയ്ക്കും ഭയങ്കര സന്തോഷമായി. അത് കഴിഞ്ഞ് ദേവയാനി തന്നെ കാണിക്കുന്നുണ്ട്. ദേവയാനി നേരെ പോയത് പൂജാമുറിയിലേക്കാണ്. പൂജാമുറിയിൽ പോയി പ്രാർത്ഥിച്ച് ഭഗവാന്മാരോടൊക്കെ നന്ദി പറയുന്നു. അന്നേരം നയനയും അങ്ങോട്ട് ചെല്ലും. നയനയും പ്രാർത്ഥിച്ചൊക്കെ കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങി വരും. അന്നേരം ദേവയാനി നയനോട് പറയുവാണ്, അച്ഛനെ ഞാൻ എത്രത്തോളം വെറുത്തോ അതിൻ്റെ ഇരട്ടി ഞാനിപ്പം സ്നേഹിക്കുന്നുണ്ട്. അച്ഛൻ ഇത്രയൊക്കെ മനസ്സിൽ കരുതി വെച്ചിട്ടുണ്ട് എന്ന് എനിക്കറിയത്തില്ലായിരുന്നു എന്ന് പറയുമ്പം നയന പറയുന്നുണ്ട്, ഞാനും ആദ്യം ഒന്ന് വിഷമിച്ചായിരുന്നു. ഞങ്ങളെക്കാൾ വലുത് മുത്തശ്ശൻ്റെ ബിസിനസ്സാണോ എന്ന് ഞാൻ ഓർത്തായിരുന്നു. പക്ഷേ അതൊന്നുമല്ല, മുത്തശ്ശൻ്റെ മനസ്സ് നിറയെ ആദർശേട്ടനാണ് എന്ന് ഞാൻ ആദ്യം കണ്ടുപിടിച്ചത്. പിന്നെ മുത്തശ്ശൻ പറഞ്ഞതുകൊണ്ട് ഞാനത് മറച്ചു പിടിച്ചെന്നേ ഉള്ളൂ എന്ന് പറയുന്നുണ്ട്. അന്നേരം ദേവേനെ പറയുന്നുണ്ട്, ഏതായാലും നല്ലതിന് വേണ്ടിയായിരുന്നല്ലോ, എല്ലാം നല്ലതേ കലാശിച്ചല്ലോ, അത് തന്നെയാണ് ഒരു സമാധാനമെന്ന്. അത് കഴിഞ്ഞ് പറയുന്നുണ്ട്, നിങ്ങൾ തിരിച്ചു വന്നതിൽ തീരെ ഇഷ്ടപ്പെടാത്തത് ജാനകിക്കാണ്. നിങ്ങൾ തിരിച്ചു വന്നതിനേക്കാൾ അവൾക്ക് സങ്കടം അനിയയുടെ MD സ്ഥാനം പോയതിലാണ് എന്ന് പറയും. അന്നേരം നയന പറയുന്നുണ്ട്, ആ MD സ്ഥാനം ആദർശേട്ടൻ ആഗ്രഹിച്ചിട്ടില്ല എന്ന്. അന്നേരം ദേവേനെ പറയും, അത്രത്തോളം കൂടി ആഗ്രഹമില്ല അവന്, പിന്നെ എങ്ങനെയാ അത് ജാനകി മനസ്സിലാക്കുന്നില്ല, അതാണ് കുഴപ്പമെന്ന് പറയും. പിന്നെ മുത്തശ്ശൻ്റെ ആ ഒരു മനസ്സിൻ്റെ ധൈര്യത്തെക്കുറിച്ചും അതുപോലെ ഈ കാര്യങ്ങളെയെല്ലാം ഇതുപോലെ സോൾവ് ചെയ്യാൻ പറ്റിയത് മുത്തശ്ശൻ്റെ കഴിവുകൊണ്ടാണ്, ഇതുപോലെയുള്ള കാരണവന്മാർ കുടുംബത്തിലുള്ളത് നല്ലതാണ്, ആ കാരണവന്മാരെ അനുസരിച്ച് മുന്നോട്ട് പോകുന്നത് അതിലേറെ സന്തോഷമുള്ള കാര്യമാണ് എന്നൊക്കെ പറഞ്ഞ് മുത്തശ്ശി കുറേ കാര്യങ്ങളൊക്കെ നയനോട് പറയുന്നുണ്ട്. ഏതായാലും രണ്ടുപേരും ഭയങ്കര സന്തോഷത്തിലാണ്. പക്ഷേ ജാനകി ആകെ വിഷമത്തിലാണ്. വിഷമിച്ചിങ്ങനെ പോയിരിക്കുമ്പം അങ്ങോട്ട് അജയൻ ചെല്ലും. എന്നിട്ട് ചോദിക്കും, നീ എന്താണ് ഇങ്ങനെ മാറിയിരിക്കുന്നത് എന്ന് ചോദിക്കുമ്പം അതെന്തുകൊണ്ടാണ് എന്ന് അജയേട്ടൻ അറിയത്തില്ലേ എന്ന് ചോദിക്കും. അന്നേരം നിനക്കെന്താ ഇത്ര വിഷമം എന്ന് ഒന്നുകൂടെ എടുത്തു ചോദിക്കുമ്പം എൻ്റെ മകൻ്റെ MD സ്ഥാനമാണ് പോയത്, അത് അജയേട്ടൻ അറിയില്ലേ എന്ന് ചോദിക്കുമ്പം അജയൻ പറയുന്നുണ്ട്, ആ MD സ്ഥാനം നിൻ്റെ മകൻ ആഗ്രഹിക്കുന്നില്ല എന്ന് നിനക്കറിയത്തില്ലേ, എടുത്താൽ പൊങ്ങാത്ത ഒരു ഭാരമാണ് അവൻ്റെ തലയിലേക്ക് വെച്ചു കൊടുത്തത്, അത് അച്ഛന് നന്നായിട്ട് അറിയായിരുന്നു. എങ്കിലും അച്ഛൻ ഇങ്ങനെയൊക്കെ ചെയ്തത് നമ്മുടെ കമ്പനിയെ ആദർശ് തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടിയായിരുന്നു, അത് അവൻ നല്ല ഭംഗിയായിട്ട് ചെയ്തിട്ടുമുണ്ട് എന്ന് പറയും. അന്നേരം ജാനകി പറയുന്നുണ്ട്, എല്ലാ അമ്മമാരും സ്വന്തം മക്കളുടെ വളർച്ചയെ ആഗ്രഹിക്കുകയുള്ളൂ, അതുപോലെ ആഗ്രഹിക്കുന്ന ഒരു അമ്മയാണ് ഞാൻ, അതുകൊണ്ട് തന്നെ എനിക്കിത് വിഷമം ഉണ്ടാക്കും എന്ന് പറയുമ്പം അജയൻ പറയുന്നുണ്ട്, നിന്നോട് ഞാൻ ഇതുവരെ സ്വത്തിനെക്കുറിച്ചോ സമ്പത്തിനെക്കുറിച്ചോ ഒന്നും സംസാരിച്ചിട്ടില്ല. നീ ഒരു സാധാരണ കുടുംബത്തിൽ നിന്ന് ഈ വീട്ടിലേക്ക് കയറി വന്ന പെൺകുട്ടിയാണ്.
അന്ന് ഞാൻ നിന്നെ വിവാഹം കഴിക്കാനുള്ള കാരണം അച്ഛനും അമ്മയാണ്. നമ്മുടെ ജാതകം നന്നായി ചേരുന്നതുകൊണ്ട് മാത്രമാണ് അന്ന് അതിന് സമ്മതിച്ചത്. അങ്ങനെയുള്ള നിന്നെ ഈ കുടുംബത്തിൽ കൊണ്ടുവന്ന് കഴിയുമ്പം നീ ഇങ്ങനെയൊക്കെ ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ നല്ല ബുദ്ധിമുട്ടാകും. നീ ഒന്ന് ചിന്തിച്ചു നോക്ക്. ഏട്ടത്തിയുടെ കുടുംബം വെച്ച് നോക്കുമ്പോൾ നിൻ്റെ കുടുംബത്തിൽ എന്തെങ്കിലും ഉണ്ടോ? ആ ഒരു സാഹചര്യത്തിലല്ലേ നീ വളർന്നത്. എന്നിട്ടും നീ ഇതുപോലെ വലിയൊരു കുടുംബത്തിലേക്ക് എത്തിപ്പെട്ടു. ഇവിടെ വന്നതിന് ശേഷമാണ് നീ ഇതെല്ലാം കാണാൻ തുടങ്ങിയത്. അങ്ങനെ മൂർത്തി ജ്വല്ലറിയുടെ MD സ്ഥാനം മകന് വേണം എന്ന് പറഞ്ഞ് വാശി പിടിക്കുമ്പം നിൻ്റെ ജീവിതത്തെക്കുറിച്ചും നിൻ്റെ സാഹചര്യം എന്തായിരുന്നു എന്നതിനെക്കുറിച്ചൊക്കെ ഒന്ന് ചിന്തിക്കുന്നത് നല്ലതാണ് എന്നൊക്കെ അജയൻ പറയുന്നുണ്ട്. അത് കേൾക്കുമ്പോൾ അങ്ങ് ഇഷ്ടപ്പെടുന്നില്ല ജാനകിക്ക്. എങ്കിലും ആ ഒരു കാര്യം മനസ്സിൽ വെച്ച് മുന്നോട്ട് പോയാൽ മതി എന്ന് പറഞ്ഞിട്ടാണ് അജയൻ ജാനകിയുടെ അടുത്ത് നിന്ന് അങ്ങ് പോകുന്നത്. അതുപോലെ പിന്നീട് അഭിയെയും അവന്തികയും കാണിക്കുന്നുണ്ട്. അവർക്കും ഭയങ്കര സങ്കടമാണ്. അവന്തിക പറയുവാണ് അനിയൻ്റെ MD സ്ഥാനം പോയി എന്നറിയുമ്പോൾ അച്ഛന് ആകെ വിഷമമായിരിക്കും. എത്രയും പെട്ടെന്ന് ഈ വിവാഹ നിശ്ചയം നടത്തണമെന്ന് അച്ഛൻ വാശി പിടിച്ചത് അനിയേട്ടൻ MD ആയതുകൊണ്ടായിരുന്നു എന്നിങ്ങനെ പറയുമ്പം അഭി പറയുന്നുണ്ട് അവൻ്റെ MD സ്ഥാനം പോയി എന്ന് കരുതി നീ അനിയെ വിട്ടുകളയാനൊന്നും നിൽക്കരുത്. ഇപ്പോഴും ആ കമ്പനിയുടെ പകുതി കൈകാര്യം ചെയ്യുന്നതും നോക്കുന്നതും അവനാണ് എന്ന് പറയുമ്പം അവന്തിക പറയുന്നുണ്ട് ഇല്ല, അനിയേട്ടനെ അങ്ങനെ ഞാൻ വിട്ടുകളയത്തൊന്നുമില്ല. പക്ഷേ ഇനി അങ്ങോട്ട് ഞാൻ അച്ഛനെ എപ്പോഴും കാണാനൊന്നും പോകുകയില്ല. കാരണം ഞാനും അച്ഛനും തമ്മിൽ ബന്ധമുണ്ട് എന്നറിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വലിയ പ്രശ്നമാകും. ചെറിയ വിഷമമുണ്ട് എനിക്ക് എൻ്റെ അച്ഛനിൽ നിന്നും മാറി നിൽക്കുന്നതിൽ. പക്ഷേ വലിയ വലിയ നഷ്ടങ്ങൾ ഉണ്ടാകാതിരിക്കാൻ ഈ ചെറിയൊരു നഷ്ടവും വേദനയും സഹിക്കണം. അതിനുശേഷം വിവാഹത്തിന് ശേഷം ബാക്കി എന്താണെന്ന് വെച്ചാൽ ചെയ്യാലോ എന്ന് പറയുന്നുണ്ട് അവന്തിക. അന്നേരം അഭി പറയുന്നുണ്ട് എനിക്ക് ഏതായാലും അച്ഛനെ പോയി കാണണം. ഞാൻ അച്ഛനെ കാണുന്നുണ്ട് മിണ്ടുന്നുണ്ട് എന്നൊക്കെ ഇവിടെയുള്ള പലർക്കും അറിയാം. പക്ഷേ അത് അമ്മയോട് പറഞ്ഞിട്ടില്ല. നമ്മൾ അച്ഛനുമായിട്ട് ബന്ധപ്പെടുവോ എന്നോർത്ത് ആകെ ടെൻഷനിലാണ് അമ്മ. അതെന്തുകൊണ്ടാണ് എന്ന് അറിയത്തില്ല എന്നൊക്കെ അഭി പറയുന്നുണ്ട്. ഏതായാലും ആകെ വിഷമിച്ചിരിക്കുന്ന നാഗേന്ദ്രനെ ഒന്ന് പോയി കണ്ടിട്ട് വരാം എന്ന് പറഞ്ഞാണ് അഭി അവിടെ നിന്ന് അങ്ങ് പോകുന്നത്. നേരെ നാഗേന്ദ്രൻ്റെ അടുത്തേക്ക് എത്തുന്നു. നാഗേന്ദ്രൻ ആകെ വിഷമത്തിലാണ്. നാഗേന്ദ്രൻ പറയുന്നുണ്ട് ആദർശ് തിരിച്ചു വന്നു കഴിഞ്ഞാൽ അനിയുടെ MD സ്ഥാനം പോകുമെന്ന് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നതല്ലേ. ഏതായാലും ആ മൂർത്തി ഇതെല്ലാം മനസ്സിൽ കണ്ടാണ് ചെയ്തത്. അയാൾ ശരിക്കും ആദർശിനെ പരീക്ഷിക്കുമായിരുന്നു. ആ പരീക്ഷണത്തിൽ അവൻ വിജയിക്കുകയും ചെയ്തു. നമ്മളാണല്ലോ തോറ്റുപോയതെന്ന് പറയുമ്പം അതേ അച്ഛാ നമ്മൾ തോറ്റുപോയല്ലോ എന്ന് പറയും. അന്നേരം നാഗേന്ദ്രൻ പറയുന്നുണ്ട് നമ്മളിപ്പം 2ാം സ്ഥാനത്തേക്ക് പോയി എന്ന് കരുതി അതൊരു വലിയ വീഴ്ചയൊന്നുമല്ല. കോടികളുടെ ആസ്തിയുണ്ട് AN ജ്വല്ലറിക്ക്. അതുകൊണ്ട് തന്നെ എനിക്ക് വലിയ പേടിയൊന്നുമില്ല. ഈ നാട്ടിൽ നിന്ന് പേടിച്ചോടാൻ ഞാൻ തീരുമാനിച്ചിട്ടുമില്ല. എപ്പോഴും എൻ്റെ മനസ്സിൽ അവരോടുള്ള പക കാണും. എൻ്റെ മുഖത്തടിച്ച ആ മൂർത്തി എന്നെങ്കിലും തലതാഴ്ത്തി നിൽക്കുന്നത് കാണാൻ വേണ്ടി തന്നെയാണ് ഇനി ഈ പട്ടണത്തിൽ ഞാൻ മുന്നോട്ട് ജീവിക്കാൻ പോകുന്നത് എന്നൊക്കെ പറയുന്നുണ്ട്. അന്നേരം അഭി പറയുന്നുണ്ട് അമ്മ തിരിച്ചു വന്നു എന്ന് ഞാൻ പറഞ്ഞല്ലോ. അമ്മയ്ക്ക് ഭയങ്കര ടെൻഷനാണ്. ഞങ്ങൾ അച്ഛനുമായിട്ട് ബന്ധപ്പെടുവോ എന്നോർത്ത്, അച്ഛനെ സ്നേഹിക്കുമോ എന്നൊക്കെ ഓർത്ത് അമ്മയ്ക്ക് ഭയങ്കര ടെൻഷനാണ് എന്ന് പറയുമ്പം നാഗേന്ദ്രൻ പറയുന്നുണ്ട് അവളെ ഞാൻ അറിഞ്ഞതുപോലെ വേറെ ആരും അറിഞ്ഞിട്ടില്ല. അവൾ നന്നായിട്ട് ടെൻഷൻ അടിക്കുമെന്ന് എനിക്കറിയാം. കാരണം അവൾക്ക് വേണ്ടി നശിപ്പിച്ച ഒരു ജീവിതമാണ് എൻ്റേത് എന്ന്. അന്നേരം അതെന്താ വെച്ചാൽ അങ്ങനെ പറഞ്ഞത് എന്ന് ചോദിക്കുമ്പം അതൊക്കെ എൻ്റെ മനസ്സിൽ ഇങ്ങനെ ഉറഞ്ഞുകൂടി കിടക്കുന്നുണ്ട്. അത് ഞാൻ പിന്നീട് എപ്പോഴെങ്കിലും പറയാം എന്ന് പറയുന്നുണ്ട്. കാരണം നാഗേന്ദ്രൻ ആ വീട്ടിൽ നിന്ന് ഇറങ്ങാനുള്ള പ്രധാന കാരണം ജലജയുടെ കയ്യിൽ നിന്ന് എന്തെങ്കിലും പെട്ടതായിരിക്കും. അതുകൊണ്ടായിരിക്കുമല്ലോ നാഗേന്ദ്രൻ ഇത്രത്തോളം ജലജയോട് ദേഷ്യം വരുന്നത്. എന്തായാലും അത്രയും പറഞ്ഞു നിൽക്കുന്ന അവരെ കാണിക്കുന്നു. പിന്നെ നയനയെ കാണിക്കുന്നുണ്ട്. നയന ഫോണിലൊക്കെ നോക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു ജ്യൂസൊക്കെ കൊണ്ട് കൊടുക്കുന്നു ദേവയാനി. എന്നിട്ട് പറയുന്നുണ്ട് മോളെ ഇനി എനിക്ക് നന്നായിട്ട് നോക്കണമെന്ന്. അന്നേരം അത് കേട്ടുകൊണ്ട് വരുന്ന ആദർശ് പറയും 7ാം മാസം വരെ ഉള്ളേ അതിനുള്ള ചാൻസ്. അത് കഴിഞ്ഞാൽ അവൾ അവളുടെ വീട്ടിലാണ് എന്ന് പറയുമ്പം പോടാ അങ്ങനെ നിർബന്ധമൊന്നുമില്ല. 7ാം മാസത്തെ ചടങ്ങ് കഴിഞ്ഞ് അവിടെ നിർത്തണമെന്ന് എന്താ നിർബന്ധം? ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വരണം. ഏതായാലും ഞാൻ അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് വേണ്ടാന്നൊന്നും മോളുടെ അച്ഛനും അമ്മയും പറയുകയില്ല. അതും എനിക്കറിയാം എന്ന് പറയുന്നുണ്ട്. അന്നേരം അതല്ലല്ലോ നാട്ടു നടപ്പ് എന്ന് പറയുമ്പോൾ നാട്ടു നടപ്പൊന്നും ഈ കാര്യത്തിൽ ഞാൻ നോക്കുന്നില്ല എന്ന് പറഞ്ഞിട്ട് ദേവയാനി അങ്ങോട്ട് പോകുന്നു. അന്നേരം ആദർശ് പറയുന്നുണ്ട് നമ്മൾ തിരിച്ചു വന്നതിൽ ഭയങ്കര സന്തോഷത്തിലാണ് അമ്മ എന്ന്. അതുപോലെ ദേവയാനിയും ജയനോട് മുത്തശ്ശിയുടെ അടുത്തോട്ട് ചെല്ലും. എന്നിട്ട് ജയൻ പറയുന്നുണ്ട് ഇത്രയൊക്കെ കാര്യങ്ങൾ അച്ഛൻ്റെ മനസ്സിലുണ്ടായിട്ട് അത് ഞങ്ങൾ ആൺമക്കളോട് പോലും അച്ഛനൊന്നും പറഞ്ഞില്ലല്ലോ എന്ന്. അന്നേരം മുത്തശ്ശൻ പറയുന്നുണ്ട് അത് നിങ്ങളോട് പറഞ്ഞില്ല, പക്ഷേ എൻ്റെ മനസ്സിൽ കിടന്ന് നീറുമായിരുന്നു. ഏതായാലും അങ്ങനെ ചെയ്തുകൊണ്ട് ഒരു ഉപകാരം ഉണ്ടായി. ഇത്രയും നാളും ഒരു സീരിയസ്നെസ്സും ഇല്ലാതെ ഓടി നടന്ന അനിയും കാര്യങ്ങളൊക്കെ പഠിച്ചു. അത് ആദർശിനൂടെ ഒരു സഹായമാണ്. പിന്നെ ആദർശിൻ്റെ കൂടെയുള്ളത് ചെറിയ പുള്ളിയൊന്നും അല്ലല്ലോ, അവളാണ് ഞാൻ ആദർശിനെ സ്നേഹിക്കുന്നുണ്ട് എന്ന് കണ്ടെത്തിയത് എന്ന് പറയുമ്പം ജയൻ പറയും എന്നിട്ട് അത് അച്ഛന് വേണ്ടി ആദർശിനോട് പറയാതെ മോള് മൂടി വയ്ക്കുമല്ലായിരുന്നോ? എല്ലാം നന്മയിലേക്ക് വന്നതുകൊണ്ട്
എല്ലാവർക്കും സന്തോഷമായി എന്നൊക്കെ പറയുന്നു. എല്ലാവരും ഭയങ്കര സന്തോഷത്തിലാണ്. അപ്പോഴും മുത്തശ്ശൻ ഒരു കാര്യം പറയുന്നുണ്ട്, ഇപ്പോഴും അടി കിട്ടിയിരിക്കുന്നത് നാഗേന്ദ്രനാണ്. അവൻ ഏതെങ്കിലും ഒരു അവസരത്തിൽ പത്തി വിടർത്തി വീണ്ടും നമുക്ക് എതിരെ വരാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ ഇപ്പോൾ കാര്യങ്ങളൊക്കെ ആദർശം അനിയും നന്നായിട്ട് പഠിച്ചിട്ടുണ്ട്. എവിടെയൊക്കെ ചതികൾ സംഭവിക്കാമെന്ന് രണ്ടുപേർക്കും ഒരു ധാരണയുള്ളതുകൊണ്ട് ഇനി പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. അവർ മൂർത്തി ജ്വല്ലറിയെ നല്ല രീതിയിൽ മുന്നോട്ട് നയിച്ചോളും എന്ന് പറയുന്നുണ്ട്. അതുപോലെ ദേവയാനിയും ഇതിനിടയ്ക്ക് പറയുന്നുണ്ട് കേട്ടോ, ഏറ്റവും വലിയൊരു ആഗ്രഹമാണ് അനിയും അവന്തികയും തമ്മിലുള്ള വിവാഹം നടക്കേണ്ടത്. അടിയും വഴക്കൊന്നും ഇല്ലാതെ അവരും സ്നേഹത്തോടെ മുന്നോട്ട് ജീവിച്ചാൽ മതിയായിരുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. അതുപോലെ കിട്ടിയ അവസരം മുതലാക്കി കനക ജലജേനെയും പോയി കാണുന്നുണ്ട്. ജലജ ആകെ വിഷമത്തിലിരിക്കുവാണ്. അന്നേരം അവിടെ ചെന്നിട്ട് നിനക്ക് ഭയങ്കര വിഷമമായി പോയോ എന്ന് ചോദിക്കും. അന്നേരം ജലജ പറയും, ഓ നിൻ്റെ മോനെ MD സ്ഥാനം കിട്ടാൻ വേണ്ടി ആയിരിക്കൂലേ നീ റെക്കമെൻഡ് ചെയ്ത് അവരെ ഇങ്ങോട്ട് തിരിച്ചു കൊണ്ടുവരുത്തിയത് എന്ന് ചോദിക്കുമ്പം, ഓ അതിൻ്റെ ഒന്നും ആവശ്യമില്ല, ആരെ ഈ വീട്ടിലോട്ട് കയറ്റണം ആരെ കയറ്റണ്ട എന്നൊക്കെ മൂർത്തി സാറിന് നന്നായിട്ട് അറിയാം എന്ന് പറയുന്നുണ്ട്. അന്നേരം നിൻ്റെയൊക്കെ മനസ്സിലിരിപ്പോൾ എനിക്ക് അറിയാടി എന്ന് പറഞ്ഞ് ജലജ പറയാൻ തുടങ്ങുമ്പം അങ്ങോട്ടേക്ക് നയന വരും. എന്നിട്ട് പറയുന്നുണ്ട്, ഇത്രയും നാളത്തെ പോലെ അല്ല അപ്പച്ചി, ഇനി അനാവശ്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങളത് കേട്ടുകൊണ്ട് നിൽക്കുകയില്ല, അതിൻ്റെ ആവശ്യമില്ല എന്ന് പറയും. അന്നേരം കനക പറയും, ഓ ഇവൾക്ക് അതിൻ്റെ ആവശ്യമുണ്ട്, ഇവളെല്ലായിടത്തും ഇത്തിക്കണ്ണിയായിട്ട് പറ്റിച്ചേർന്ന് നിൽക്കലല്ലേ ഇവളുടെ പണി, ഇവളുടെ കെട്ടിയവൻ്റെയാണ് AN ജ്വല്ലറി, ഈ മൂർത്തി ജ്വല്ലറി തകർക്കാൻ വേണ്ടി ഇവളുടെ മോൻ തന്നെയാണ് അതിൻ്റെ തലപ്പത്ത് ഇപ്പോൾ കയറിയിരിക്കുന്നത്, എന്നിട്ടും അവൾ അതിനെയൊക്കെ ന്യായീകരിക്കുന്ന കണ്ടില്ലേ എന്ന് ചോദിക്കുമ്പം, എൻ്റെ ഭർത്താവിനോട് എനിക്ക് എത്രത്തോളം ദേഷ്യവും വൈരാഗ്യവും ഉണ്ടെന്ന് ഈ വീട്ടിലുള്ള എല്ലാവർക്കും അറിയാം എന്ന് പറയുന്നുണ്ട് ജലജ. അന്നേരം കനക പറയും, അതൊക്കെ എല്ലാവർക്കും അറിയാം, പക്ഷെ നിൻ്റെ മോൻ എന്നതാ ചെയ്യുന്നത് എന്നിങ്ങനെ ചോദിക്കുമ്പം ദേഷ്യത്തിൽ നിൽക്കുന്ന ജലജയെ കാണിച്ചുകൊണ്ട് ഇന്നത്തെ കഥ തീരുന്നു.